ശസ്ത്രക്രിയകൾ ചെയ്യാൻ വിസമ്മതിച്ചെന്ന കാരണത്താൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ അഷ്റഫ് ഉസ്മാനെ സ്ഥലം മാറ്റി. അച്ചടക്ക നടപടിയും ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം സർക്കാർ നടപടിക്കെതിരെ ഡോക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാൻ തൃശൂർ മെഡിക്കൽ കോളേജ് പ്രാപ്തമല്ല എന്നാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാന്റെ നിലപാട്. പെർഫ്യൂഷനിസ്റ്റ് സംഘത്തിന് പരിശീലന കുറവുണ്ട്. ഇത് രോഗികളുടെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുന്നു. സർജറി കഴിഞ്ഞ് 2 രോഗികൾക്ക് മരണവും സംഭവിച്ചു. ഇതോടെ ഈ നിലയിൽ ഹൃദയ ശസ്ത്രക്രിയകൾ ചെയ്യാൻ ആകില്ലെന്ന് അഷ്റഫ് ഉസ്മാൻ നിലപാടെടുത്തു. തുടർന്ന് വിദഗ്ധ സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. അഷ്റഫ് ഉസ്മാൻ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ ആശുപത്രിയിൽ ഇല്ലെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. സമിതിയുടെ റിപ്പോർട്ട് സൂപ്രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് കൈമാറി. തുടർന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കാർഡിയോതൊറാസിക് സർജനെ തൃശൂരിലേക്ക് മാറ്റുകയും തൃശൂരിൽ നിന്ന് ഡോക്ടർ അഷ്റഫ് ഉസ്മാനെ ആലപ്പുഴയിലേക്ക് മാറ്റി ഉത്തരവിറക്കുകയും ചെയ്തത്. എന്നാൽ ഡോക്ടറുടെ സ്ഥലംമാറ്റ വാർത്തയിൽ പ്രതികരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പലും സൂപ്രണ്ടും രംഗത്തെത്തി. ഡോക്ടർ അഷ്റഫ് ഉസ്മാന്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയെന്ന് വൈസ് പ്രിൻസിപ്പൽ KB സനൽകുമാർ. ജോയിൻ ചെയ്ത് കുറച്ച് മാസങ്ങളിൽ തന്നെ അങ്ങനെ പറ്റി കുറേ കംപ്ലൈൻറ്റുകൾ നമുക്ക് സിസ്റ്റർമാരെ നിന്ന് കിട്ടിയിരുന്നു. അത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ തന്നെ നമ്മൾ സോൾവ് ചെയ്ത് വരികയായിരുന്നു. ഇപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ പെർഫ്യൂഷനിസ്റ്റ് അനുബന്ധിച്ച് കംപ്ലൈൻറ്റ് കിട്ടി. അതിന് നമ്മളൊരു കമ്മിറ്റി പ്രിൻസിപ്പൽ തലത്തിലൊരു കമ്മിറ്റീനെ വെച്ചു. കമ്മിറ്റി ഒരു എൻക്വയറി നടത്തി അത് DMEയിലേക്ക് കൊടുത്തു. അത് പ്രകാരം നമ്മൾ അഷ്റഫ് സാറിനെ ഇന്നിപ്പോൾ ഇവിടുന്ന് റിലീവ് ചെയ്തിരിക്കുകയാണ്. ഡോക്ടർ അഷ്റഫ് ശസ്ത്രക്രിയ ചെയ്യാൻ വിസമ്മതിക്കുകയായിരുന്നുവെന്നും ഡോക്ടർക്കെതിരെ രേഖാമൂലം നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെന്നും സൂപ്രണ്ട് രാധിക. കാർഡിയോതൊറാസിക് പെർഫ്യൂഷനിൽ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരും അതേപോലെ പെർഫ്യൂഷനിസ്റ്റും വന്ന് ഒരു വിദഗ്ധ സമിതി DMEയുടെ കീഴിൽ നിന്ന് അയച്ച് അവർ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമല്ലോ DME ഈ രീതിയിലുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ പുനരാരംഭിക്കണമെങ്കിൽ സാധിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ രീതിയിലുള്ളൊരു നടപടി ഉണ്ടായിട്ടുള്ളത്. ആ നടപടി എനിക്കെതിരെയാണ് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ തന്റെ സ്ഥലമാറ്റം നടന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂവെന്നും നിയമപരമായി സ്ഥലമാറ്റത്തിന് സാധ്യതയില്ലെന്നുമാണ് ഡോക്ടർ അഷ്റഫ് ഉസ്മാന്റെ നിലപാട്. നിലവിലെ അവസ്ഥയിൽ ശസ്ത്രക്രിയകൾ നടന്നാൽ അത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറയുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം, തൃശൂർ.